ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തലയിൽ നെല്ലിക്ക തളം വയ്ക്കണം. എന്തിനും ഏതിനും സംസ്ഥാന സർക്കാരിനെ പഴിക്കലാണ് വി.ഡി. സതീശൻ്റെ ജോലി. ആമിഴഞ്ചാൻ തോടിൽ ഒരു തൊഴിലാളി മുങ്ങി മരിച്ചു. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അതിൽ എല്ലാ ആളുകൾക്കും ദുഃഖമുണ്ട്. അതിന് പാവപ്പെട്ട മേയർ എന്തു പിഴച്ചു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്തു പിഴച്ചു, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പിഴച്ചു? വി.ഡി. സതീശൻ കരുതുന്നത് എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിഴവ് എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിഴവ് കൊണ്ടാണ് ആമയിഴഞ്ചാൻ തോടിൽ മാലിന്യം നിറഞ്ഞത് എന്നാണ്. പിണറായി വിജയൻ്റെ ദുർഭരണം കൊണ്ടാണ് ആമയിഴഞ്ചാൻ തോട് അടഞ്ഞതെന്ന്, അവിടുത്തെ ഒഴുക്ക് നിലച്ചത് എന്നൊക്കെയാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അലറി കരയുന്നത്. ശരിക്കും സംഭവം അതല്ല. ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു പ്രധാന ഭാഗം 1931 തന്നെ റെയിൽവേ, അതായത് റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി റെയിൽവേ അതിൻ്റെ മുകൾ ഭാഗം അടച്ച് മൂടി അതിൻ്റെ മുകളിലൂടെയാണ് റെയിൽവേ ട്രാക്ക് ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പ്രധാന ഭാഗം റെയിൽവേ സ്റ്റേഷന് അകത്താണ്. ഇന്ന് ചില പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ ആ ഗ്രാഫിക്സ് ഒക്കെ കണ്ടു കാണും, ആ ചിത്രമൊക്കെ കണ്ടു കാണും. പുറത്തുള്ള ഭാഗം തീർച്ചയായും കോർപ്പറേഷൻ അധികൃതർ വൃത്തിയാക്കുന്നതിൻ്റെ ചിത്രങ്ങളും അത് സുഗമമായി ഒഴുകിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ കാലാകാലങ്ങളായി തിരുവനന്തപുരത്തുള്ള വ്യക്തികൾ തന്നെ കണ്ടിട്ടുണ്ടാകും. ഇപ്പോഴും പുറത്തുള്ള, അതായത് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ആമയിഴഞ്ചാൻ തോട്ടിൻ്റെ ഒഴുക്ക് സുഗമമാണ്. അവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്ന കാഴ്ചയില്ല. എന്നാൽ റെയിൽവേ സ്റ്റേഷന് ഉള്ളിലുള്ള ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗം തികച്ചും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശം പോലെയാണ്. ഏത് നിമിഷവും അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിക്കാം, ആ അവസ്ഥയാണ്. ഇത് മുന്നിൽ കണ്ടാണ് റെയിൽവേ അധികൃതർ കഴിഞ്ഞ ദിവസം 4 തൊഴിലാളികളെ കരാറിന് വിളിച്ചത്. ആ ഭാഗം, അതായത് ഈ തമ്പാനൂര് മുതൽ ഏകദേശം പുത്തരിക്കണ്ടം വരെ നീളുന്ന ഈ ടണൽ, ആ തോടിൻ്റെ ഭാഗം വൃത്തിയാക്കാനാണ് ഇവരെ വിളിച്ചത്. 3 തൊഴിലാളികൾ പുറത്തു നിൽക്കുന്നു. 4ാമത്തെ ഒരാൾ മാരായമുട്ടം സ്വദേശിയായ ജോയി എന്ന ചെറുപ്പക്കാരൻ ഇതിനുള്ളിലേക്ക് പോകുന്നു. രാവിലെ 11 മണിക്ക്, ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് ഇദ്ദേഹം അകത്തോട്ട് പോകുന്നത്. ആദ്യം കുറച്ചു നേരമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒച്ചയും അനക്കവും ഒക്കെ പുറത്തുനിന്ന ആളുകൾ കേട്ടു. പിന്നീട് ഒച്ചയും അനക്കവും ഒന്നുമില്ല. അപ്പോഴാണ് മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഉടനെ തന്നെ അധികൃതരെ അറിയിക്കുന്നു. റെയിൽവേയാണ് കരാറുകാരെ നിർത്തുന്നത്, റെയിൽവേയുടെ സ്ഥലമാണ്. മറ്റ് ആളുകൾക്ക്, കോർപ്പറേഷനോ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ സംസ്ഥാന സർക്കാരിനോ ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയാണ്. റെയിൽവേ ആണ് കരാർ തൊഴിലാളികളെ നിർത്തിയതെന്ന കാര്യവും പ്രേക്ഷകർ ശ്രദ്ധിക്കണം. റെയിൽവേ അധികൃതരെയാണ് ആദ്യം തന്നെ ഈ തൊഴിലാളികൾ അറിയിക്കുന്നത്. ഉടൻ തന്നെ റെയിൽവേയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ടീമൊക്കെ വന്ന സ്ഥലം പരിശോധിച്ചു. അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ പരിമിതിയുണ്ട്. അവർ ഫയർഫോഴ്സിനെ വിളിക്കുന്നു. ഫയർഫോഴ്സ് സംഘത്തിനും രക്ഷാപ്രവർത്തനത്തിന് പരിമിതിയുണ്ടെന്ന് മനസ്സിലാക്കി സ്കൂബ ടീമിനെ വിളിക്കുന്നു. എന്തിന് നേവൽ ടീമിനെ വിളിക്കുന്നു. അങ്ങനെ പല സംയുക്ത ടീമുകൾ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടീം വരെ വന്ന് പരിശോധിക്കുന്നു. ആ പരിശോധിച്ച ടീമിൻ്റെ തന്നെ അനുഭവ സാക്ഷ്യം നമ്മൾ കണ്ടു. വളരെ ദുർഗന്ധം പിടിച്ച സ്ഥലമാണിത്. വളരെ ഇടുങ്ങിയ ടണലാണ്. ഈ ടണലിൽ ആദ്യം ഒരു ചുവട് വയ്ക്കണമെങ്കിൽ തന്നെ അതീവ പ്രയാസം, ദുഷ്കരമാണ്. ഒരു ചുവട് വയ്ക്കണമെങ്കിൽ തന്നെ ഒരുപാട് ചവർക്കൂനകൾ മാറ്റണം. അതും ഡംപ് ചെയ്തിരിക്കുന്ന ചവർക്കൂനകൾ എന്ന് പറഞ്ഞാൽ അത് കട്ടി കൂടി പാറ പോലെ ഉറച്ചിരിക്കുന്നു. അതിങ്ങനെ കൊത്തിപ്പൊളിച്ച് മാറ്റി വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ജലം ഒഴുകുന്നത് തീർച്ചയായും ആമ ഇഴയുന്നതിനേക്കാൾ വേഗത കുറഞ്ഞ തരത്തിലാണ് ഈ തോടിനുള്ളിലൂടെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് വകഞ്ഞു മാറ്റിയാണ് രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്ത ആളുകൾ അതിനുള്ളിലൂടെ പോകുന്നത്. അപ്പോഴാണ് വി.ഡി. സതീശാദി പ്രഭൃതികൾ പ്രതിപക്ഷത്തിരുന്ന് പറയുന്നത് ഇത് ഭരണ വീഴ്ചയാണ്, ഇത് മേയറിൻ്റെ വീഴ്ചയാണ്. ആട്ടെ, മേയറിൻ്റെ വീഴ്ച എന്ന് തന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ MP എവിടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ? അവിടെ ഉണ്ടായിരുന്നത് A.A. റഹീം അല്ലേ? അവിടെ ഉണ്ടായിരുന്നത് VK പ്രശാന്ത് അല്ലേ? അവിടെ ഉണ്ടായിരുന്നത് മേയർ ആര്യയല്ലേ? അവിടെ ഉണ്ടായിരുന്നത് CPM-ൻ്റെയും DYFI-യുടെയും നേതാക്കളല്ലേ? യുവജന നേതാക്കളല്ലേ? നിങ്ങളുടെ ആളുകൾ എവിടെ പോയി? എന്തേ ചപ്പ് ചവറ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കാനം വരുമോ? ഇതൊക്കെ മനുഷ്യർ കാണുന്നുണ്ട്. മിസ്റ്റർ സതീശൻ, നിങ്ങളുടെ ആളുകളുടെ ഖദറിൽ ചെളി പറ്റിയാൽ അവർക്ക് ചൊറിച്ചിൽ വരും, അവർക്ക് ചെളിയുടെ നാറ്റം ഏറ്റാൽ ഛർദിൽ വരും. ഇതൊക്കെ മലയാളികൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളിങ്ങനെ അടച്ച AC മുറിയിൽ ഇരുന്നു കൊണ്ട് പുലഭ്യം പറയാൻ മാത്രം പഠിച്ച ഖദർദാരി മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളിരുന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനങ്ങൾക്കോ കോട്ടമൊന്നും സംഭവിക്കില്ല. ആളുകൾക്കൊക്കെ കഥയറിയാം. ഇത് റെയിൽവേയുടെ സ്ഥലമാണ്. റെയിൽവേയുടെ സ്ഥലത്തിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണ്. അവിടെ ഒരാളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ സങ്കടം എല്ലാ മലയാളികൾക്കുമുണ്ട്, എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതുപോലെ സങ്കടം സർക്കാരിനുമുണ്ട്.
ആ മരണം സംഭവിക്കാതിരിക്കാൻ അവിടെ മുന്നിട്ടിറങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാരാണ്, ഡിവൈഎഫ്ഐക്കാരാണ്, SFIക്കാരാണ്, അതുപോലെ കോർപ്പറേഷനിലെ ജീവനക്കാരാണ്, മേയർ ആര്യയാണ്, സഖാവ് A റഹീമാണ്. ഇവരൊക്കെയാണ് മുന്നിലുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും. ശശി തരൂർ MP അവിടെ അങ്ങ് കണ്ടില്ല, ഏതോ ഇവിടെ ഇരുന്ന് എന്തൊക്കെ പുലമ്പുന്നുണ്ടായിരുന്നിരിക്കാം. സതീശൻ പുലമ്പിയതുപോലെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരിക്കാം. അല്ലാതെ സ്പോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ഗ്രൗണ്ട് റിയാലിറ്റി കണ്ട് എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അവർക്കൊപ്പം നിന്ന് ചെയ്യാൻ ആരും കണ്ടിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ആമയിഴഞ്ചാൻ തോടിൻ്റെ ഗ്രാഫ് എന്താണെന്ന് പോലും ഇവർക്കറിയില്ല. ഇനി ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കേണ്ടത് ചുമതല റെയിൽവേക്കുണ്ട്. അത് കാലാകാലങ്ങളിൽ വൃത്തിയാക്കേണ്ടതാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ വൃത്തിയാക്കേണ്ടതാണ്. റെയിൽവേ എന്ത് ചെയ്തു? റെയിൽവേ നാളിതുവരെ ഇത് തൊട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. വർഷാവർഷമായി അടിഞ്ഞുകൂടിയ ചപ്പ് ചവറുകൾ, ചെളി കൂനകൾ, മാലിന്യ ശേഖരം, പ്ലാസ്റ്റിക് മാലിന്യം, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അത് യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാതെ മനുഷ്യ സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് ഈ സ്കൂബ ടീമും അതുപോലെ തന്നെ നേവൽ ഉദ്യോഗസ്ഥരുമൊക്കെ ഇതിനകത്ത് പോയ ശേഷം കണ്ട് മനസ്സിലാക്കുന്നത്. യന്ത്ര സഹായത്തോടെ ഈ ടണൽ വൃത്തിയാക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒഴുക്ക് സുഗമമായി പോകാൻ കാലാകാലങ്ങളിൽ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് സുഗമമായി ഒഴുക്ക് മുന്നോട്ട് പോവുകയുള്ളൂ, തലസ്ഥാനത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ എന്നും സ്കൂബ ടീമിലെ അംഗങ്ങൾ പറയുന്നു. തലസ്ഥാനത്ത് എന്തുകൊണ്ട് വെള്ളം പൊങ്ങുന്നു ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ചെറിയ മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്നു. റെയിൽവേക്ക് പുറത്തുള്ള തോടിൻ്റെ ഭാഗങ്ങളൊക്കെ കോർപ്പറേഷൻ വൃത്തിയാക്കുന്നു. റെയിൽവേ കോമ്പൗണ്ടിനകത്തുള്ള ഭാഗം വൃത്തിയാക്കാൻ അവർക്ക് കഴിയുന്നില്ല, അവർക്ക് അനുവാദമില്ല. എങ്ങനെ വെള്ളം പൊങ്ങാതിരിക്കും? റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലല്ലേ വെള്ളം ആദ്യം പൊങ്ങുന്നത്? ഇതൊക്കെ കോൺഗ്രസ്സുകാർ കാണുന്നില്ലേ? എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇതിനെ നടപടിയെടുക്കുന്നില്ല? റെയിൽവേ അധികൃതരോട് പറയുന്നില്ല നിങ്ങൾ ഈ ടണൽ വൃത്തിയാക്കാൻ? ഈ ടണൽ നേരത്തെ വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേയെങ്കിൽ തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പോലും വർഷങ്ങൾക്ക് മുമ്പേ പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ അപകടത്തിൽ, ഈ ദുരന്തത്തിൽ മരിച്ച ജോയിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി ഇത്തരമൊരു അപകടം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു.